മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിൽ ഹാജരായി മൊഴി നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് തോമസ് ഐസക്കിനോട് ഹൈക്കോടതി. ഇഡി സമൻസിന്റെ കാലാവധി നീട്ടണം എന്ന ഐസക്കിന്റെ ആവശ്യം കോടതി നിരാകരിച്ചു. കിഫ്ബിയുടെ ഹർജിക്കൊപ്പം വെള്ളിയാഴ്ച പരിഗണിക്കാനായി ഐസക്കിന്റെ ഹർജി മാറ്റി. മസാല ബോണ്ട് ഇടപാടിലെ ഇഡി സമൻസിൽ ഹാജരായി മൊഴി നൽകുന്നതിൽ എന്താണ് പ്രശ്നമെന്നായിരുന്നു ഐസക്കിന്റെ ഹർജി പരിഗണിക്കവേ ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യം. എന്നാൽ അന്വേഷണം നടത്താൻ ഇഡിക്ക് അധികാരപരിധി ഇല്ല എന്നതാണ് വാദമെന്ന് ഐസക്കിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കി. കൂടാതെ സമൻസിന്റെ കാലാവധി നീട്ടി നൽകണമെന്ന ആവശ്യവും ഐസക് മുന്നോട്ട് വെച്ചു. അതേസമയം ഈ ആവശ്യം നിരാകരിച്ച കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാനാകില്ലെന്ന നിലപാടെടുത്തു. ഹാജരാകുന്ന വേളയിൽ ഇഡിയുടെ ഭാഗത്തു നിന്നും ഉപദ്രവം ഉണ്ടാകില്ലെന്ന് ഉറപ്പുവരുത്താമെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയെങ്കിലും വിശദവാദത്തിനായി സമയം വേണമെന്നായിരുന്നു ഐസക്കിന്റെ മറുപടി. തുടർന്ന് വെള്ളിയാഴ്ച കിഫ്ബിയുടെ ഹർജിക്കൊപ്പം പരിഗണിക്കാനായി ഐസക്കിന്റെ ഹർജിയും മാറ്റി. ചോദ്യം ചെയ്യൽ വീഡിയോയിൽ പകർത്തുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകൻ ജയ്ശങ്കർ വി നായർ അറിയിച്ചിരുന്നു. നിയമവിരുദ്ധവും ഏകപക്ഷീയവുമായി സമൻസ് അയച്ച് ഇഡി വേട്ടയാടുകയാണെന്നും സിംഗിൾ ബെഞ്ച് നേരത്തെ ഇറക്കിയ ഉത്തരവിന് വിരുദ്ധമാണ് സമൻസ് എന്നുമായിരുന്നു കിഫ്ബിയുടെയും ഐസക്കിന്റെയും വാദം. ജനം, കൊച്ചി.